ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വേൾഡ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ലാഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലാഹ എന്ന് പത്തനംതിട്ട ടൗണിൽ നിന്ന് 27.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശബരിമല റൂട്ടിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഹയിൽ എത്തിച്ചേരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ശബരിമല റൂട്ടിലാണ്. ഏകദേശം പമ്പയ്ക്കിപ്പുറം വരെ യാത്ര ചെയ്തിട്ട് അവിടെ നമ്മൾ ആങ്ങാമൊഴി, അത് ഗവി റൂട്ടിലേക്ക് നമ്മൾ തിരിയും. ഗവി റൂട്ടിലേക്ക് പോയിട്ട് സീതത്തോട് വഴി നമ്മൾ തിരിച്ച് മാവേലിക്കരയ്ക്ക് വരും. അപ്പോൾ അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയയാണ്. ആ വഴിയുള്ള യാത്രയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളത് കാണുക. ഇഷ്ടപ്പെട്ട ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നോക്കൂ, ഇതാണ് ലാഹയുടെ സൗന്ദര്യം. എത്ര മനോഹരമായിരിക്കുന്നു, നിങ്ങളൊന്ന് കണ്ടു നോക്കി. സമുദ്രനിരപ്പിൽ നിന്ന് 930 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ മനോഹരവുമാണ്. ലാഹ എന്ന് പറയുന്നത് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഉൾപ്പെടുന്ന സ്ഥലമാണ്. വന്യമൃഗങ്ങളുടെ പ്രസൻസ് മിക്കവാറും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥലം കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം അല്ല സംരക്ഷണം നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. റോഡിലൂടെ ഈ കാഴ്ചകൾ കണ്ടുള്ള ഈ യാത്ര ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഈ ശബരിമല ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ പൊതുവേ തിരക്ക് കുറവാണ്. പരമാവധി 2 വീലറിൽ വരാതിരിക്കുക. കാറോ അല്ല ജീപ്പ് അങ്ങനെയുള്ള 4 വീലർ കൂട്ടമായിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഈ മൃഗങ്ങൾ എന്തെങ്കിലും ആനകളുടെ മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ 2 വീലർ ഭയങ്കര ഡേഞ്ചറാണ്. പരമാവധി 2 വീലർ ഒഴിവാക്കി കാറുകളിലോ അങ്ങനെയുള്ള വാഹനങ്ങൾ എന്തെങ്കിലും വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുന്നോട്ട് വരുന്ന വഴിയിൽ കുറച്ച് വീടുകൾ കണ്ട് ഞാൻ കാറൊന്ന് ഒതുക്കിയിട്ട് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ കുറേ ഈ വനമേഖലയിൽ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ആദിവാസി സമൂഹങ്ങൾ. അപ്പോൾ അവരുടെ വീടൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഈ ശബരിമല പോകുന്ന റൂട്ടിലാണ്. കാണിച്ചു തരാം നമുക്ക്. അതായത് കണ്ട അവർ ഈ ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വേലി കെട്ടുന്നതാണ് ശരിക്കും. ചെറിയ വീടുകൾ അതിനോട് ചേർന്നാണ് തൊട്ടിപ്പുറത്ത് തന്നെ അടിപൊളി ഒരു സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. നിങ്ങളൊന്ന് കണ്ടേ, എന്ത് ഭംഗിയായിരിക്കുന്നത്. ഒരു ട്രീ ഹൗസും ഒരു ചെറിയ മനോഹരമായിട്ടുള്ളൊരു വീട്. നല്ല രസമാണ് കാണാൻ. പക്ഷേ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മളവിടെ നിന്ന് വേഗം വണ്ടി എടുത്തിട്ടുണ്ട്, കാരണം അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന അയ്യപ്പൻ്റെ പൂങ്കാവനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ വെള്ളം കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക. പിന്നെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റുകൾ റോഡിൽ ഈ കാട് വനത്തിനുള്ളിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇടരുത്. മൃഗങ്ങൾ ആവശ്യം പോലെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വന നിയമങ്ങൾ തെറ്റിക്കരുത്. അത് പ്രത്യേക ശ്രദ്ധയും ഓർമ്മയും നിങ്ങൾ എന്തായാലും കരുതണം. നമ്മൾ നേരെ ഇവിടുന്ന് പ്ലാപ്പള്ളി ചെല്ലും. പ്ലാപ്പള്ളി ചെന്നിട്ട് അവിടെ നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് ആങ്ങാമൊഴി ഗവി റൂട്ടിലേക്ക് പോകും. ഇതാണ് പ്ലാപ്പള്ളി. ഇവിടെ നമ്മൾ നേരെ റൈറ്റ് തിരിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആങ്ങാമൊഴിയിലെത്താം. ആങ്ങാമൊഴി നിങ്ങൾക്കറിയാമല്ലോ. ആങ്ങാമൊഴിയിലാണ് നമ്മൾ ഗവിക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നേരെ നമ്മൾ നേരെ ഇനി ആങ്ങാമൊഴിക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ ആങ്ങാമൊഴിക്ക് പോയാണ്. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ആങ്ങാമൊഴി പാലമുണ്ട്. ആ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഗവിക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്, ഫോറസ്റ്റ് ഓഫീസ്. ഇതാണ് ആങ്ങാമൊഴി പാലം. ഇവിടെ നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. നമ്മൾ തൽക്കാലം ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഗവിയിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ വരെ പോയി കാണാം. അതുകൊണ്ട് ഇതാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് ഓർമ്മയുണ്ടാകും. ഇതാണ് ഗവിയിലേക്ക് കയറുന്ന ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഈ സമയത്ത് കയറ്റി വിടാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ ഇനി വണ്ടി തിരിക്കണം. നേരെ വണ്ടി തിരിച്ച് നമുക്ക് നേരെ യാത്ര തുടരാം. അങ്ങനെ നമ്മൾ പെരുന്നാട്ടിലെത്തി. പെരുന്നാട് നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. അപ്പം പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കോന്നി വഴി ഒന്ന് കയറിപ്പോവാം. കോന്നി വഴി അടിപൊളിയാണ് കാണാൻ, കുറേ കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് റോഡിൻ്റെ ഒരു സൈഡാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതൊന്നും അല്ല, പുറകെ വരുന്നുണ്ട് ഇതിലെ അടിപൊളി കാഴ്ചകൾ. ഒന്ന് വെയിറ്റ് ചെയ്യും. ചെറിയ ചാറ്റൽമഴ ഉണ്ടായതുകൊണ്ട് തന്നെ യാത്ര കുറച്ച് മനോഹരമായിട്ടുണ്ട്. ചെറിയ തണുപ്പും. എങ്ങനെയുണ്ട് നമ്മുടെ കോന്നി? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ സ്ഥലം? സൂപ്പറല്ലേ? അടിപൊളിയാണ്. ഇത് മാത്രമല്ല, ഈ കാണുന്ന മാത്രമല്ല, ഇതിനോട് ചേർന്ന് തന്നെ 3 നല്ല മനോഹരമായ 3 വെള്ളച്ചാട്ടമുണ്ട്. അവിടെ കുളിച്ച് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ആകെ യാത്ര ചെയ്ത് ഏകദേശം ഒരു 160 കിലോമീറ്റർ 200 കിലോമീറ്ററിനുള്ളിലാണ്. നമ്മളൊരു ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 6 മണിയായി. ആ സമയമായപ്പോഴത്തെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് നല്ലൊരു ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഒപ്പത്തിൽ നമ്മളെ സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, താങ്ക് യു.